ആകാശ് വാമപ്പ് ചെയ്യാതെ ബാഡ്മിന്റൺ കളിച്ച ബോഡി പെയിൻ വരും? യെസ്, ബാഡ്മിന്റൺ പ്രോപ്പർ ആയിട്ട് വാമപ്പ് ചെയ്യാതെ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി പെയിൻസ് അല്ലെങ്കിൽ ഇഞ്ചുറി വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വാമപ്പിനെ പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങളൊരു ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യുവാണ്, നിങ്ങളൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെടാൻ പോവുകയാണ്. സോ ബോഡി ഹാസ് ടു ബി റെഡി ഫോർ എവറിത്തിങ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രേറ്റ് അവേ വന്ന് നമ്മളൊരു സ്പോർട്ടിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് അതിപ്പോൾ ഏതൊരു സ്പോർട്ടിലാണെങ്കിലും സോ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് മസിൽസിനുണ്ടെന്നുള്ള കാര്യം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്ലോ പേസിൽ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസിൽസും നിങ്ങളുടെ ബോഡിയും പ്രിപ്പയർഡ് ആവും. സോ പെട്ടെന്നുള്ള ഇഞ്ചുറി ക്രാംസ് നിങ്ങൾക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും. മസിൽ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്തെടുക്കാനും മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാ ഏരിയയിലേക്കും എത്തിക്കാനും ജോയിന്റ്സിലേക്കുള്ള ഒരു ലൂബ്രിക്കൻ ആക്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് വാമപ്പ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വാമപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഷോൾഡർ ആണ്. ഷോൾഡർ നിങ്ങളൊരു 1, 2, 3 എക്സസൈസ് കൊടുക്കുക ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ ഒരു സ്ട്രെച്ചിങ് കൊടുക്കാം, ഇങ്ങനത്തെ ഒരു സ്ട്രെച്ചിങ് കൊടുക്കാം. അതുപോലെ തന്നെ ബോത്ത് ഹാൻഡ് റൊട്ടേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ഹാൻഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ് നിങ്ങളുടെ റിസ്റ്റ് എന്ന് പറയുന്നത്. വൺസ് റിസ്റ്റിന് ഇഞ്ചുറി കിട്ടിയാൽ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പെയിൻഫുൾ ആണെന്നും അത് എത്രത്തോളം കളിയെ ബാധിക്കുന്നുള്ള കാര്യം. സോ ഒരു ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് നിങ്ങൾ റിസ്റ്റിനുള്ളൊരു വാമപ്പായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഹിപ്പാണ്. ഹിപ്പ് നിങ്ങൾ സെയിം ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, വാമപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ലോവർ ബോഡിയിലെ ലഞ്ചസ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. ബാഡ്മിന്റൺ കളിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫുട് വർക്കുമായിട്ട് വളരെ സിമിലർ ആണ് ഇങ്ങനത്തെ ലഞ്ചസ് എന്ന് പറയുന്നത്. സോ 10 ടൈംസ് നിങ്ങൾ ലഞ്ചസ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലോവർ ബോഡി നല്ലപോലെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട്